ഈ സാധനങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ട്രെയിനേഴ്സിന് നിലവിൽ കാണുന്ന ചില അപകടങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങളിലെ വാർത്തകൾ മാത്രം, ഞാൻ ഒരിക്കലും ആ പ്രവൃത്തി ഉണ്ടെന്നോ നടന്നുവെന്നോ സത്യമാണോ അസത്യമാണോ അല്ല പറയുന്നത്, മാധ്യമങ്ങളുടെ വാർത്തകൾ മാത്രം മുന്നോട്ട് വെച്ചാൽ ട്രെയിനേഴ്സ് എന്ന നിലക്ക് നമ്മൾ ഒരുപാട് ലിമിറ്റേഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ട്രെയിനിങ് എടുക്കേണ്ടതെന്ന് പഠിക്കണം. ഇത് പഠിക്കാതെ നമ്മളെ വാക്കുകൾ കേട്ട് ചില ആളുകൾ നമ്മളെ മുഖത്തോക്കി ചിരിക്കും. ആ ചിരിയെ വളഞ്ഞ ചിരിയായി സങ്കല്പിക്കരുത്. ഞാൻ നേരത്തെ മേവെന്ന് പറഞ്ഞ രൂപത്തിൽ സാറേന്ന് വിളിക്കുമ്പോഴത്തേനും അതിനെ മുത്തേന്ന് വിളിച്ച പോലൊക്കെ ചില ആൾക്കാരെ ചെവിയിലേക്ക് എത്തുന്നത്. ആ മുത്തേത് കേൾക്കുന്നതുകൊണ്ടാണ് നട്ടപ്പാതിരിക്ക് ചാറ്റ് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാം നമ്മുടെ ബൗണ്ടറി എവിടെയാണ് നിൽക്കുന്നത്. ഏത് സമയത്താണ് ഒരു ട്രെയിനി ചാറ്റ് ചെയ്താൽ, സംശയം ചോദിച്ചാൽ എവിടെയാണ് മറുപടി കൊടുക്കേണ്ടത്, നമുക്ക് കൃത്യമായിട്ട് ധാരണ വേണം. ഒരു എക്സാമ്പിൾ, 18 വയസ്സിന് താഴെയുള്ള ആൾക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന പേരെന്ത്? അതിന് പറഞ്ഞ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മൈനർ, അതിന് ഒറ്റ വാക്കിൽ കുട്ടി ആണോ അല്ലേ? 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് എടുക്കാൻ പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ട്രെയിനേഴ്സ് ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിക്കുക. ഒന്ന്, അവിടെ ഒരു 3-ാം കണ്ണ് തുറക്കുന്ന സംവിധാനം നിങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ അത് CCTVയുടെ മുന്നിൽ നിന്ന് മുതൽ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിനെ, പ്രിൻസിപ്പളെ, അതല്ലെങ്കിൽ പാരന്റ്സിനാണെങ്കിൽ പാരന്റ്സിനെ ഉത്തരവാദിത്തപ്പെട്ടവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പറയുന്നത് ചില അപകടകരമല്ലാത്ത സംശയങ്ങൾ, ചോദ്യങ്ങൾ വരെ, അപകടകരമല്ലാത്ത ടോപ്പിക്കുകൾ വരെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഡബിൾ മീനിങ്ങോട് കൂടി വായിച്ചെടുക്കാൻ പറ്റുന്ന പുതിയ ലോകമാണ്. ഞാൻ ചിലപ്പോ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടല്ലോ, ഈ സാധനത്തിൽ ഇവർക്ക് എന്ത് ചെയ്യാം, ആ ഭാഗം മുറിച്ചെടുത്തിട്ട് എന്നോടാ സാർ ഇങ്ങനെ പറഞ്ഞു എന്ന് പോലും പറയാൻ പറ്റും. ആണോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത്, നമ്മളോട് ചിലപ്പോ സംശയങ്ങൾ ചോദിക്കും. അപ്പൊ പിന്നെ നേരെ അടച്ചിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾ ചിലപ്പോ മറുപടി തന്നെ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ എന്തിനാണ് ആ കാര്യം ഞാൻ കൗൺസിലർ ആണോ? ഈ ട്രെയിനിങ് കഴിഞ്ഞാൽ എന്നോട് പലരും പറയും, സാർ എനിക്ക് ഇന്ന മിസ്റ്റേക്ക് ഉണ്ട്, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് ഇതൊന്ന് തീർക്കണം, സാറിനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം. നമ്മളോടൊക്കെ ഇത് പറയാറുണ്ട്. ഓൺ ദ സ്പോട്ടിൽ പറയാം, ഞാൻ കൗൺസിലർ അല്ല, എനിക്കാകെ ചെയ്യാൻ പറ്റുന്ന അറിവുകൾ ഉള്ളതിനെ ഈ ബളബളാണ് പറയാൻ കഴിവുള്ളൂ മോനെ. അതുകൊണ്ട് ഒരു കുട്ടി സംശയം ചോദിച്ചാൽ പറയാം, ഉത്തരവാദിത്തപ്പെട്ട ടീച്ചർമാരുടെ മുന്നിൽ പോ, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റുഡൻസ് കൗൺസിലർമാർ എല്ലാ സ്കൂളിലും ഉണ്ടോ, അവിടെ പോയി പറ. അതും അല്ലെങ്കിൽ ഔദ്യോഗികമായി കൗൺസിലിംഗ് നടത്തുന്ന ആളുകളുണ്ട്, അവരടുത്തേക്ക് പോ. അല്ലാതെ നിങ്ങൾ തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യം എന്താ? ഒന്നാമത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കുറെ ആൾക്കാർ തന്നെ നമുക്കറിയാം, ഔദ്യോഗികമായിട്ടല്ലാത്ത കുറെ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഞാൻ ആരെയും ഇതിനെ കുറ്റം പറയാൻ കളിയാക്കുക ഒന്നല്ല, അതുപോലും നമുക്ക് അപകടമാണ്. 6 മാസം 2 മാസം 2 മണിക്കൂർ കൊണ്ടൊക്കെ കൗൺസിലർമാരാവുന്ന ആളുകളാണ്. ഔദ്യോഗികമായി പഠിച്ച അതായത് PG അല്ലെങ്കിൽ MSc, അതിൽ തന്നെ എന്താ പറയാ ക്ലിനിക്കൽ, അങ്ങനെ ഒരുപാട് ചെയ്ത ആൾക്കാർ വരെ കൗൺസിലിംഗ് എന്നതിനെ പേടിയോട് സമീപിക്കുമ്പോൾ ഈ വാക്കുകൾ മോട്ടിവേഷൻ ഒളിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, ആ സമയത്തെ അങ്ങോട്ട് മറികടക്കാൻ പഠിപ്പിക്കുകയാണ്. അതൊരിക്കലും റെമഡി അല്ല. നിങ്ങൾ ആ ആളോട് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പ്രോബ്ലത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ ലോകത്ത് നമ്മൾ ലിമിറ്റേഷൻ നമ്മൾ കൃത്യമായിട്ട് അറിയണം. ഇൻഡിവിജ്വൽ ടോക്കിനേക്കാൾ പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് നമ്മൾ സംശയങ്ങളും മറുപടികളും പറയുന്നതിനേക്കാൾ അവരോട് പറയാം, മോനെ ചോദ്യം ഗ്രൂപ്പിൽ ചോദിച്ചോ, ഞാൻ മറുപടി തരാം, ഗ്രൂപ്പിൽ പറഞ്ഞോളാം പറയാം. അങ്ങനെ മാക്സിമം എന്ത് ചെയ്യാം, നമ്മളെ ലിമിറ്റുകൾ മനസ്സിലാക്കുക. നോ പറയാൻ ട്രെയിനേഴ്സ് എന്ന് നമ്മൾ ശീലിച്ചേ പറ്റൂ. നോ പറയണം. നട്ടപ്പാതിലേക്ക് ഹായ് സാർ എന്ന് പറയുമ്പോ ഇത് ചാറ്റ് ചെയ്യാനുള്ള സമയമല്ല എന്ന് പറയണം. ചിലപ്പോ ഒരു കുളിർമുള്ള മെസ്സേജ് ഒക്കെ ഇടയ്ക്ക് വന്നു വരും. ആ കുളിർമയോട് നോ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ചെടുത്ത ട്രെയിനിങ്, നിങ്ങൾ പരിശീലിച്ചെടുത്ത ഈ ചിന്തകൾ, നിങ്ങൾ വായിച്ചെടുത്ത ചിന്തകൾ, ഇങ്ങനെ നിങ്ങളെ കഴിവുകൾ, അതെല്ലാം ചിലപ്പോ ആ ഒരൊറ്റ ഹൈ എന്ന് പറഞ്ഞിട്ട് തുടങ്ങണ 5 മിനിറ്റ് കൊണ്ട് നശിച്ചു പോകും. അപ്പൊ ദയവ് ചെയ്ത് അത്തരം ചതികളിലേക്ക് പോകരുത് എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താൻ. കാരണം അത്രമേൽ ഈ ഒരു ഇൻഡസ്ട്രിയെ പല മൂലയിൽ നിന്ന് പലരും കൊത്തിവലിക്കാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പൊ നമ്മളെപ്പോഴുള്ള ആളുകളാണ് അതിന് മറുപടി കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ പണി ട്രെയിനിങ് ആണ്. പോകുക, ട്രെയിനിങ് എടുക്കുക, കാര്യം തീരുക, ബൈ.
കിട്ടുന്ന എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ പോക്കറ്റിൽ വെക്കുക. അതിലപ്പുറം നമ്മളവിടെ കെട്ടിമറിയണ്ട. അതിലപ്പുറം ആ സ്കൂളിന് കോളേജിൽ നിന്നൊക്കെ സംശയങ്ങൾ വരുമ്പോഴൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരും കൂടി അറിഞ്ഞിട്ട് മാത്രം എന്ത് ചെയ്യാം, അതിന്റെ റെമഡീസിലേക്കും മറ്റും പോയാൽ മതി. എനിക്കറിയാം എന്നത് കൊണ്ട് പറയാൻ നിൽക്കണ്ട. ഇനി അടുത്തൊരു കോമഡി ഉണ്ട്. ചില ആളുകൾക്ക് ട്രെയിനിങ്ങിന്റെ സ്നേഹം കൂടും. അപ്പൊ പോയിട്ട് നീ അറിയോ, ഇതേ കുട്ടികളെ പോയിട്ട് ടച്ച് ചെയ്യും. യു ആർ ഗുഡ് ബോയ്, ഒരു കെട്ടിപ്പിടിക്കൽ. എന്തിന്? ഒരു പേഴ്സണൽ അറിയില്ലേ, നമുക്ക് സ്പേസ് അറിയില്ലേ. അവൻ എന്റെ മോനൊന്നല്ലല്ലോ കയറി പോയി കെട്ടിപ്പിടിക്കാൻ. അങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട ആവശ്യമില്ല. അത് കൊടുത്താലേ ട്രെയിനിങ് ആവുമെന്ന് നമ്മൾ ആരാ പഠിപ്പിച്ചത്? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ കുറച്ച് സമ്മാനങ്ങൾ, പേന, പേപ്പർ എന്തിനൊക്കെ വിപ്പിക്കോ. എന്നിട്ട് എന്ത് ചെയ്യാം, യെസ് അദ്ദേഹം നല്ല പറഞ്ഞു, വാ മോനെ എന്നിവിടെ ഗിഫ്റ്റ് കൊടുത്തോ. അതിനപ്പുറം ഈ കെട്ടിപ്പിടിക്കലും താങ്ങി പിടിക്കലും നമ്മൾ ചെയ്യല്ലേ. കാരണം കുട്ടിയെ സംബന്ധിച്ച് നമുക്ക് ഈ പോക്സോ നിയമം അറിയുന്ന ആൾക്കാരൊന്ന് കൈകൊണ്ടിച്ച് കൃത്യമായിട്ട് അറിയുന്നവര്. അതില് ആരാ പ്രതി ആരാ ബാധി പറയാ? രണ്ടൂല. ആ കുട്ടിയാണല്ല. അവൻ പറയാണ് ഇങ്ങനെ, അത് തന്നെയാണ് അവിടുത്തെ നിയമം. അത് ശരിയാണോ തെറ്റാണോ സാക്ഷി മൊഴി ഒന്നും വേണ്ട. ഓൺലി ആ കുട്ടി പറഞ്ഞു അത് തന്നെയാണ്. അത് ഇന്ന് പറയണമെന്നില്ല, ചിലപ്പോ 10 വർഷം കഴിഞ്ഞ് പറഞ്ഞാലും ചിലപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് വരാം. അപ്പൊ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രെയിനിങ്ങുകൾക്ക് പോകണം. ചിലപ്പോ നമ്മൾ സ്റ്റുഡൻസിനെ എടുക്കുമ്പോ നല്ല അടിപൊളിയായിട്ടുള്ള ആൾക്കാര്, അടിപൊളി സന്ദേശങ്ങളും അടിപൊളി കാര്യങ്ങളും ഇനി നമ്മൾ അങ്ങോട്ട് വശീകരിക്കുന്ന തരത്തിലും ചിലപ്പോ ഉണ്ടാവും. ട്രെയിനീസ് ചിലപ്പോ ആ നിലക്കും നമ്മളെടുത്ത് പെരുമാറിയെന്ന് വരും. അപ്പൊ അങ്ങനത്തെ ചതിക്കുഴികളൊന്നും വീഴാതിരിക്കുക. ഇനി ട്രെയിനീസ് ട്രെയിനിങ് കഴിഞ്ഞു പോകുന്ന സമയത്ത് ചിലപ്പോ ആ കുട്ടി കൈ കാണിക്കും, സാറേ ഒന്ന് കൂടെ വരട്ടെ. ഓ, ഞാൻ ട്രെയിനിങ് എടുത്ത കുട്ടിയല്ലേ, എന്റെ സ്വന്തം കുട്ടിയല്ലേ, കുട്ടിയല്ലേ, കേറിക്കോ എന്നിട്ട് അതിൽ നിങ്ങൾ ലിഫ്റ്റ് കൊടുക്കാൻ നിൽക്കണ്ട. കാരണം ആ ലിഫ്റ്റ് കൊടുക്കൽ പോലും ചിലപ്പോ എന്താവും, നാളെ അപകടകരമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം ചെയ്തികളിലേക്കൊന്നും പോകാതെ എന്നെ വിളിച്ചത് ട്രെയിനിങ് എടുക്കാനാണ്. 3 മണിക്കൂറാണ്. അത് സ്റ്റുഡൻസിനാണ്. ടോപ്പിക് കരിയർ ആണ്. ബസ് പോകുന്നു, ആ ക്ലാസ് ഭംഗിയെടുക്കുന്നു. കുട്ടികൾക്കൊക്കെ കിട്ടിയോ, സംശയങ്ങളുണ്ടോ ചോദിക്കാം, ബൈ. ഓക്കെ. അതിലപ്പുറമുള്ള റിലേഷൻസിന് വേണ്ടിയിട്ട് ഈ വേദിയെ ഉപയോഗപ്പെടുത്തരുത് എന്ന് എന്നോടും നിങ്ങളോടും പറയാം. കാരണം നിലവിൽ ഞാൻ പറയുന്നു, ഈ ഇൻഡസ്ട്രി വളരെ പെട്ടെന്ന് മരിക്കാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ്. പറഞ്ഞു പേടിപ്പിക്കില്ല, ഞാൻ നേരെ തിരിച്ചാ ചെയ്യണ്ടേ അല്ലേ, മോട്ടിവേറ്റ് ചെയ്യണ്ടേ. ഇത് കാലാകാലം നിലനിൽക്കില്ല. കാരണം ഇത്തരം ചെയ്തികൾ വരും തോറും ഇവിടെ പലതും സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ഇറങ്ങാളൊക്കെ പെട്ടെന്ന് ഇറങ്ങി പ്രാക്ടീസൊക്കെ നടത്തി നല്ല ട്രെയിനർമാരാനുള്ള ശ്രമങ്ങൾ വളരെ പെട്ടെന്ന് നടത്തുക. ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കാന്ന് വെച്ചാൽ സ്വന്തമായി കോഴ്സും സ്വന്തമായി പാഠ്യ പദ്ധതികളുള്ളവർക്കാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുക. അപ്പൊ അതിലേക്ക് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുന്നു.